നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കണ്ട കാഴ്ചയൊക്കെ എന്റെയോ അമ്മയുടെയോ സ്വഭാവ ഗുണം കൊണ്ടുണ്ടായതല്ല, എന്റെ മോളുടെ പെരുമാറ്റം കൊണ്ടുണ്ടായതാ. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക. താൻ തന്റെ ആളുകളെ വിളിച്ചോണ്ട് പോ. ഈ കസേര എടുത്ത് അകത്ത് കൊണ്ടിട്ടിട്ട് വാടാ. പോട്ടെ മോളെ. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ഓടി വന്നതും അയാളുടെ പണം കൊടുത്തതും? അതല്ലേ തിരുമേനിയും കുടുംബവും ചിന്തിക്കുന്നു. അതിന് ഒറ്റ കാരണേ ഉള്ളൂ. ഇവളെനിക്ക് എന്റെ മോളെ പോലെയാ. വീട് വിട്ട് കുറച്ചു നേരം ഇറങ്ങേണ്ടി വന്നപ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചല്ലേ. ശരിയാണ്, നാളെ രാവിലെ വരെ എന്ന് അയാളോട് ഒരു അവധി പറഞ്ഞു നോക്കിയതാ, സംഭവിച്ചില്ല. പിന്നെ ആകെ കണ്ട മാർഗം ഭഗവാന്റെ മുന്നിൽ ചെന്നിരിക്കാന്നുള്ളതാ. ചെന്നിരുന്നു, പരാതികളൊന്നും പറഞ്ഞില്ല. പക്ഷേ ഭഗവാൻ കണ്ടറിഞ്ഞ് പരിഹരിച്ചു. നിങ്ങൾ എനിക്ക് ദൈവം തന്നെയാ. വേണ്ട തിരുമേനി, അങ്ങനെയൊന്നും പറയണ്ട. ഇതൊരർത്ഥത്തിൽ എന്റെ കടമയാ. അങ്ങും അങ്ങയുടെ ഭാര്യയും എനിക്ക് വേണ്ടി വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അതിനൊരു കടം തീർത്തതായിട്ട് കൂട്ടിയാൽ മതി ഇതിന്. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഇവളെ വളർത്തിയില്ലേ, വലുതാക്കിയില്ലേ? സർവ്വഗുണങ്ങളും ഉള്ളവളാക്കിയില്ലേ ഇവളെ? അതൊക്കെ തന്നെ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മ്യൂസിക് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇവൾ എന്നോട് പറഞ്ഞിരുന്നു, ഫിദ മേഡത്തിനെ അമ്മയെ പോലെ തോന്നിക്കുന്നെന്ന്. ബോധ്യായി, അത് ശരിക്കും ബോധ്യമായി. പണത്തിന്റെ കണക്ക് വെച്ചോളൂ, കുറേശ്ശെയായി ഞാനത് വീട്ടിൽ തീർത്തോളാം. ഇതിന്റെ കണക്കുകളെ ഞാനും എന്റെ മോളും തമ്മിൽ പറഞ്ഞോളാം. ശരി, എന്നാ നിങ്ങൾ ആ വീട്ടിലേക്ക് കയറിക്കോളൂ, ഞങ്ങൾ മടങ്ങാം. അകത്തേക്ക് കയറൂ, എന്തേലും കുടിച്ചിട്ട്. ഇപ്പൊ അവരെല്ലാവരും അലങ്കോലമാക്കി ഇട്ടിരിക്കുക. പിന്നെ ഒരു ദിവസം ഞങ്ങൾ വരാം. വിളിച്ചപ്പോ ബുദ്ധിമുട്ടാവുന്ന കരുതി. ഇത്ര പെട്ടെന്ന് വരുന്നു ഇതൊക്കെ ചെയ്യുമെന്ന് കരുതിയില്ല. നിനക്ക് വേണ്ടി എനിക്ക് ചെയ്യാനുള്ളൂ.
ശരി മോളെ, പോയിട്ട് വരാം. ഭഗവാനെ, എന്തൊക്കെയായി കൺമുന്നിൽ നടക്കുന്നത്? മോളെ, നിന്നെ എന്തിഷ്ടം അവർക്ക്? അമ്മ എന്താന്നും മിണ്ടാത്തത്? ഇവളെ എടുത്തു വളർത്തിയതില് എനിക്ക് യശോദയ്ക്കും പിഴച്ചുപോയിന്ന് അമ്മയ്ക്ക് ഇപ്പൊ പറയാൻ തോന്നുന്നുണ്ടോ? ഈ കണ്ട കാഴ്ചയൊക്കെ എന്റെയോ അമ്മയുടെയോ സ്വഭാവ ഗുണം കൊണ്ടുണ്ടായതല്ല, എന്റെ മോളുടെ പെരുമാറ്റം കൊണ്ടുണ്ടായതാ. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക. അച്ഛനൊരു അപകടത്തിൽപ്പെട്ടു. പക്ഷെ രക്ഷിച്ച് കൈപിടിച്ച് കയറ്റാൻ അച്ഛനൊരു മോളുണ്ട്. അച്ഛന് മഹാഭാഗ്യമാണ്. ഇരിക്ക. തിരുമേനിയും കുടുംബവും ഇന്നലെ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ അല്ലേ ചേച്ചി? തീർച്ചയായിട്ടും. മോൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. ഓരോന്നോരോന്നായിട്ട് ഈശ്വരൻ കൺമുന്നിലേക്ക് എത്തിച്ചേരുമല്ലോ. ദേവനാരായണൻ തിരുമേനിയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതോടെ അവസാനിക്കും. ഇനി അവിടെ എന്ത് തന്നെ ഉണ്ടായാലും മോളുടെ കയ്യിൽ പണം കൊടുത്തു വിടണം. അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ സഹായിച്ചത് ഒരല്പം കൂടുതലാ. ഈ കടം തന്നെ എങ്ങനെ വീട്ടെന്നുള്ള പരിഭ്രമത്തിലായിരിക്കും രാധിക മോള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.